ഇന്ന് നമ്മളെ പാക്കേജ് ഗോപാൽസ്വാമി ഹിൽസും അതുപോലെ പൂന്തോട്ടും. അപ്പം എന്തായാലും മസ്റ്റായിട്ട് വരേണ്ട സ്ഥലമാണ് ഈ ഗോപാൽസ്വാമി ഹിൽസും അതുപോലെ തന്നെ ഈ അടുത്തുള്ള മുന്തിരിത്തോട്ടവും. എല്ലാ യാത്രക്കാരെയും ബസ്സിലേക്ക് കയറ്റി ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെ എല്ലാ യാത്രയിലെയും പോലെ തന്നെ ഈ യാത്രയിലും പരസ്പരം പരിചയപ്പെടുത്തിക്കൊണ്ട് യാത്ര ആരംഭിച്ചു. ഇന്ന് നമ്മൾ യാത്ര പോയത് പാൽച്ചുരം കയറിയാണ്. രാവിലെ നല്ല മഴ പെയ്തുകൊണ്ട് ചുരത്തിലേക്ക് നല്ല കോടമഞ്ഞും തണുപ്പുണ്ടായിരുന്നു. നല്ല അടിപൊളി കാഴ്ചകൾ കണ്ട് ഞങ്ങളങ്ങനെ ചുരം കയറി നേരെ ഗോപാൽസ്വാമി ഹിൽസിലേക്ക്. മുത്തങ്ങ ഫോറസ്റ്റും ബന്ദിപ്പൂർ ഫോറസ്റ്റും ക്രോസ് ചെയ്തിട്ട് വേണം ഗുണ്ടൽപേട്ടിലേക്ക് പോകാൻ. പോകുന്ന വഴി ഇവിടുന്ന് വൈൽഡ് ആനിമൽസിനൊക്കെ സ്പോട്ട് ചെയ്യും. ഞങ്ങൾ ആദ്യം പോയത് ഗോപാൽസ്വാമി ഹിൽസിലേക്കാണ്. മലയാളത്തിലെ ഫേമസ് ആയിട്ടുള്ള ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു വില്ലേജിൽ വെച്ചിട്ടാണ്. ഈ ബോർഡൊക്കെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതിമനോഹരമായ ഈ ഒരു വില്ലേജിലൂടെയാണ് നമുക്ക് ഗോപാൽസ്വാമി ഹിൽസിലേക്ക് പോകേണ്ടത്. പോകുന്ന രണ്ട് സൈഡിൽ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് പൂപ്പാടങ്ങളാണ് ഈ പോകുന്ന വഴിയിൽ. ഇവിടുത്തെ ആൾക്കാർ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൃഷിനെയാണ്. അതുകൊണ്ട് തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലും പലതരം കൃഷികൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങ് ദൂരെ കാണുന്ന ആ മലനിരകൾ, റോഡിൻ്റെ രണ്ട് സൈഡിലും പാടങ്ങൾ, പൂവ്, ഇതൊക്കെ കണ്ട് ഇതിൽ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക വൈബാണ്. ഗോപാൽസ്വാമി ഹിൽസിൽ താഴെ ബസ് പാർക്ക് ചെയ്ത് ഞങ്ങൾ ഗസ്റ്റിനെയും കൂട്ടി അവിടുത്തെ ബസ്സിൽ നേരെ ഗോപാൽസ്വാമി ഹിൽസിലേക്ക് പോയി. അങ്ങനെ ഗോപാൽസ്വാമി ഹിൽസിൻ്റെ മേലെ അമ്പലത്തിൽ നിന്ന് താഴേലേക്കൊരു വ്യൂ കാണിച്ചു തരാം. ഈ കാണുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ വന്നത്. ഇതാണ് ഗുണ്ടൽപേട്ട് ടൗണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് വരണം. ഊട്ടി നീലഗിരി ഹിൽസിൽ നിന്ന് സ്ഥിരമായിട്ട് ഇവിടെ തണുത്ത കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എത്ര വെയിലാണെങ്കിലും നമുക്ക് ആ ഒരു ചൂട് ഫീൽ ചെയ്യില്ല. നമ്മുടെ ഈ ഭാഗത്താണ് ആനക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഇവരെ ഗാർഡുണ്ട്, ഫോറസ്റ്റിൽ ഗാർഡുണ്ട് ഇവിടെ. അപ്പോൾ ഇവർ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോകാൻ വിടുന്നില്ല. ഇതാണ് ഗോപാൽസ്വാമി ഹിൽസിൽ മേലെ എത്തിയാൽ താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ. ചുറ്റും നല്ല മലനിരകളൊക്കെ ആയി നല്ല അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാം. ചില സമയത്ത് ഇവിടെ കംപ്ലീറ്റ് മഞ്ഞ് വന്ന് മൂടും. അപ്പോൾ നല്ല തണുത്ത ശക്തമായൊരു കാറ്റുണ്ടാവും ഇവിടെ. ഈ കാറ്റിൻ്റെ ശക്തി നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ മനസ്സിലാവുമെന്നറിയില്ല. തണുത്ത കാറ്റ്, മിക്ക ദിവസങ്ങളിലും അമ്പലത്തിൽ വരുന്ന ഭക്തർക്ക് ഇവിടുന്ന് ഫുഡ് കൊടുക്കും. ഈ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ശനിയും ഞായറും ദിവസങ്ങളിൽ ഒഴിവാക്കി വരുന്നതായിരിക്കും നല്ലത്. താഴെ ബസ്സിനും അതുപോലെ അമ്പലത്തിൽ കയറാനൊക്കെ വലിയ ക്യൂ ഉണ്ട്. കാണുന്ന കുട്ടി നീലഗിരി ഹിൽസ് ആണ്. ഞങ്ങൾ അടിക്കുന്ന കാറ്റാണ് സ്ഥിരമായി ഗുണ്ടൽപേട്ടിലെ ഫേമസ് ആയിട്ടുള്ള എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മുന്തിരിത്തോപ്പിൽ അങ്ങനെ നമ്മളും എത്തി. നമ്മുടെ ടീമെല്ലാവരും മുന്തിരിത്തോപ്പിലേക്ക് കയറി. വമ്പൻ തിരക്കാണ്, നല്ല തിരക്കുണ്ട്. ശനിയാഴ്ച ആയിട്ടായിരിക്കും. ഒരുപാട് ആളുണ്ട്. ഒരാൾക്ക് 30 രൂപയാണ് അവിടുത്തെ ചാർജ്. കമ്പത്ത് പോയി കാണുന്ന മുന്തിരിത്തോപ്പില്ല, അതിനേക്കാട്ടും നല്ല വലിപ്പുണ്ട് ഈ മുന്തിരിത്തോപ്പ്. ചെറിയൊരു ഏരിയയിൽ മാത്രമല്ല, അങ്ങനെയല്ല, ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഒരുപാട് ആൾ വന്നിട്ടും അങ്ങനെ ഒരു റഷ് ഇല്ല. അത് മാത്രമല്ല ബസ് പാർക്കിംഗ് ഉണ്ട്, ഫ്രീ പാർക്കിംഗ് ആണ്. ഏത് വെഹിക്കിൾ ഫ്രീ പാർക്കിംഗ് ഉണ്ട്. അങ്ങനെ നമ്മള് മുന്തിരിത്തോപ്പിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ മുന്തിരിത്തോപ്പിൽ ഒരാൾക്ക് 30 രൂപയാണ് എൻട്രി ഫീ. ബസ് പാർക്കിംഗ് അതുപോലെ തന്നെ കാർ പാർക്കിംഗ് എല്ലാം ഫ്രീ ആണ്. അകത്ത് അത്യാവശ്യം സ്പേസും ഉണ്ട്. പക്ഷെ ഒരു നെഗറ്റീവ് വെച്ചാൽ
അവിടുത്തെ സ്റ്റാഫ് വെറുതെ ഇങ്ങനെ ഈ വിസിലൂതി അങ്ങനെ ആൾക്കാർ പറിക്കുന്നതുകൊണ്ട് ഭയങ്കര നോയ്സ്. അപ്പൊ നമുക്കത് കൂടുതൽ എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല. അത് ഒന്ന് ഇവര് ഒഴിവാക്കണേനും. അങ്ങനെ നമ്മളും ഈ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഈ സൂര്യകാന്തി പാടത്തിലേക്ക് എത്തി, ഗുണ്ടൽപേട്ടിലെ. അങ്ങനെ ഞങ്ങളെ ഗസ്റ്റിനൊക്കെ അകത്തേക്ക് കയറ്റി. ഞാനിപ്പോൾ സൂര്യകാന്തി പാടത്തിന്റെ നടുക്കുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും വരേണ്ട പ്ലേസ് ചെയ്ത്, കാരണം വന്ന ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. അത്രയ്ക്ക് അടിപൊളി സ്പോട്ടാണ്. അതുപോലെ തന്നെ നല്ല ഫോട്ടോസ് എടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ കണ്ണൂർ ഭാഗത്തുള്ള ആള് നിർബന്ധമായിട്ടും വരണം. നമുക്ക് അത്രയ്ക്കും അടുത്തായത്. കേരളത്തിന് പുറത്തും പല സ്ഥലത്തും ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ ഇത്ര അടുത്തായിട്ട് നമ്മൾ വന്നിട്ടില്ലെങ്കിൽ അതൊരു മോശമല്ല. സൂര്യകാന്തി പാടത്ത് നമ്മൾ ചെണ്ടുമല്ലി തോട്ടത്തിലേക്ക് വന്നേ. അപ്പോൾ ചെണ്ടുമല്ലി കാണിച്ചു തരാം. എൻ്റെ ബാക്കിൽ കണ്ടല്ലേ, ചെണ്ടുമല്ലി കംപ്ലീറ്റ് വിളവെടുക്കാനായിട്ടുണ്ട്. ₹50 പൈസ. വളരെ രസം, എല്ലാവരും വാങ്ങണം. കാക്കണക്കിന് വാങ്ങിക്കൊണ്ട് പോകുന്നു. ചാക്കടക്കം കച്ചവടമാക്കിട്ട് പോകുന്നു. അതെ, ഡ്രൈവർക്ക് കൊടുക്കാത്. അത് നമ്മളെ ഡ്രൈവറാ. ₹100. നേരല്ലേ കിടന്ന് പൂവെല്ലാം വാങ്ങിട്ട് പോയിക്കോ.